ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസ് എന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് നടത്തിയ മലക്കം മറിച്ചിലുകൾ, ശേഖരിച്ച പണത്തിൻ്റെ കണക്കില്ലാത്ത അവസ്ഥ, അത് സംബന്ധിച്ച് കോൺഗ്രസ്സിലുണ്ടായ ആഭ്യന്തരമായ പൊട്ടിത്തെറികൾ, ഇതൊക്കെ ഇങ്ങനെ നീറി പുകഞ്ഞു നിൽക്കുകയാണ്. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ബലാത്സംഗ കേസുകൾ ഉണ്ടാകുന്നതും അയാളെ ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും MLA ആയിട്ട് തുടരുന്നു. അത് മറ്റ് ഘട്ടത്തിൽ, ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഇന്ന് നാളെ ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തകരായ ആൾക്കാരുടെ കൂടുവിട്ട് കൂടുമാറ്റം നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് കേട്ടോ, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. ഈ കോൺഗ്രസ് എന്ന പാർട്ടിയെ അവർക്ക് വിശ്വസിക്കാൻ ഒരു മാർഗവുമില്ലാന്ന് തുറന്നു പറഞ്ഞിട്ടാണ്, നമ്മൾ കേട്ടതല്ലേ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ. എന്നിട്ടാണ് അവർ CPM-നെ അഭയം പ്രാപിക്കുന്നത്. അതവർക്ക് തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വാർത്താ സമ്മേളനം സിദ്ദിഖ് വിളിക്കുന്നതും ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വൃഥാ പരിശ്രമിച്ചതും. ആ പരിശ്രമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? കൂടുതൽ തിരിച്ചടിക്കുകയല്ലാതെ ഒന്നുമില്ല. ഏതെങ്കിലും മാധ്യമം സിദ്ദിഖിനെ ഒന്ന് അപ്ഹോൾഡ് ചെയ്യാൻ തയ്യാറായോ? സിദ്ദിഖ് പറയുന്നത് വസ്തുതയുണ്ട് എന്ന് ഒരു വാർത്തയിലെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ചർച്ച നടത്താനോ മറ്റേതെങ്കിലും കോൺഗ്രസിനെ ഈ നിലവിട്ട് പിന്തുണയ്ക്കുന്ന ഇലക്ട്രോണിക് ചാനലുകൾ, ഇലക്ട്രോണിക് മീഡിയ ഉൾപ്പെടെയുള്ള ആരെങ്കിലും തയ്യാറായോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അവർക്കറിയാം ഇതാണ് കാര്യം. ഈ നട്ടാക്കുരുക്കാത്ത നുണകളും പറഞ്ഞ് വയനാട്ടുകാരുടെ അടുത്തേക്ക് ചെന്നാൽ ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുള്ള അവർക്കറിയാം. അതുകൊണ്ടാണ് ആരും അത് പിന്തുണയ്ക്കാത്തത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്കേക്കാണ് താങ്കൾ ചോദിച്ച സതീശൻ്റെ പ്രസ്താവന വരുന്നത്. ഞാനപ്പോൾ ഇത് അസിത അത് പറഞ്ഞപ്പോൾ, ആ കണക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എന്താണെന്നറിയാമോ? നേരത്തെ ഒരു വിദ്വാൻ ഒരു മാസം മുമ്പാണ് നിങ്ങൾ പറയുന്നത്, LDF പറയുന്നത് 5 ലക്ഷത്തിനടുത്ത് വീട് വെച്ചു കൊടുത്തു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ 5.25 ലക്ഷം വീടാണ് വെച്ചു കൊടുത്തത്. ഒരു ചർച്ചയെ പറയുകയാണ്. ഞാൻ കൂടെ പങ്കെടുത്താണ് ചർച്ച. അതുകൊണ്ടാണ് എനിക്ക് ഈ ചർച്ചയിൽ ഒരാളങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചാൽ പരിഹസിച്ചിരിക്കുകയാണെന്ന് തോന്നുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ചിരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ കണക്കുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, എന്താണ് വസ്തുത എന്നുള്ളത്. ഇത് കാണിക്കുന്നത് എന്താണ് അസിത? ഇതെന്താണ് കാണിക്കുന്നത്? ഇത് ഡൗൺ ട്രോഡൻ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ദുർബല ജനവിഭാഗങ്ങൾ, ഈ ദുർബല ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിരവധി പദ്ധതികൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലൈഫ് പദ്ധതി അങ്ങനെയാണ് നടപ്പിലായി എന്നുള്ളത് ഇവർക്ക് അസഹനീയമാണ് എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് അതിനോട് പൊരുത്തപ്പെടാനേ കഴിയുന്നില്ല. അത്രയും ഈ അസഹിഷ്ണുതയാണ് ഈ പ്രവർത്തനങ്ങളോട്, ഈ ദുർബല ജനവിഭാഗങ്ങൾക്ക് ഇങ്ങനെ സ്വന്തം കിടപ്പാടം ഉണ്ടാകുന്നതിനോട് ഈ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പ്രവർത്തകരെന്ന് ഞാൻ പറയില്ല കേട്ടോ, കോൺഗ്രസ് നേതൃത്വം, KPCC, അതിൻ്റെ വിവിധ ശ്രേണികളിലുള്ള നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, പ്രാദേശിക തലം വരെയുള്ളവർ ഇങ്ങനെ നുണ തന്നെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അനുഭവസ്ഥർക്കറിയാം, മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പോലെ വികസനത്തിൻ്റെ സ്വാദ് അവരനുഭവിക്കുകയാണ്. അത് വെച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്താണ് തങ്ങൾക്ക് നൽകിയത്, തങ്ങളുടെ വാർഡിൽ തങ്ങൾക്ക് ചുറ്റും എന്ത് വികസനമാണ്, എന്ത് ക്ഷേമപ്രവർത്തനങ്ങളാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഈ സർക്കാർ നടത്തിയത് എന്നവർ അനുഭവിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മിനിഞ്ഞാന്ന് 7 ജില്ലകൾ വോട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ 7 ജില്ലകൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കാൻ ശ്രമിച്ച ചില ഈ കുൽസിത വിവാദങ്ങളുണ്ടല്ലോ, ഈ കുൽസിത വിവാദങ്ങളൊന്നും ജനങ്ങളിൽ ഏശിയിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇന്ന് സിദ്ദിഖിനെ കൊണ്ട് അവതരിപ്പിച്ചത്. പക്ഷേ അത് ഒട്ടുമേ ഏശിയില്ലെന്ന് മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്, വിപരീത ഫലം ഉണ്ടാക്കുകയും ചെയ്തത്.